പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ആഘാതം ഇന്ത്യയിലെ അടുക്കളയിലേക്കും. രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം. LPG ക്ഷാമം നേരിട്ടേക്കുമെന്ന ആശങ്കയെ തുടർന്ന് ബുക്കിംഗിലുണ്ടായ വർധനവാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നിൽ. സാധാരണക്കാരന്റെ അടുക്കളയിലേക്കും പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനൊപ്പം വിലയും കുത്തനെ വർദ്ധിച്ചത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ഇത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുക മാത്രമല്ല, കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. കാരണം വിലവർദ്ധനവിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റം. ഇന്ധനക്ഷാമം ഭയന്ന് പാചകവാതകം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിനാലാണ് കമ്പനികൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുതൽ ഒരു സിലിണ്ടർ കൈപ്പറ്റി 25 ദിവസത്തിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇത് സാധാരണ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുക. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിലും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോട്ടലുകൾ, കഫ്റ്റീരിയകൾ, വലിയ ക്യാന്റീനുകൾ എന്നിവയുടെ പ്രവർത്തനത്തെ വലിയ തരത്തിൽ ബാധിക്കുമെന്നും ഉറപ്പാണ്. മാത്രമല്ല, ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിനു ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും സൃഷ്ടിക്കുക. ഇതുവരെ 17 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിനു ശേഷം ബുക്ക് ചെയ്യാൻ കഴിയും. ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് ക്ഷാമത്തിനിടയാക്കുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായും ഗ്യാസ് ഏജൻസികൾ വ്യക്തമാക്കുന്നു. കൂടാതെ രാജ്യത്ത് ഗാർഹിക പാചകവാതക വില ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 60 രൂപയാണ് കൂട്ടിയത്. വാണിജ്യ പാചകവാതകത്തിനും വില കൂടിയിട്ടുണ്ട്. 19 കിലോ സിലിണ്ടറിന് 115 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വിടാതെ തുടരുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ വിലയിലും ഊർജ്ജ ഇറക്കുമതിയെയും ബാധിച്ചതാണ് ഈ വിലവർദ്ധനയുള്ള കാരണമായി വിദഗ്ധർ പറയുന്നത്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചതോടെ ഹോട്ടൽ മേഖലയ്ക്കും വ്യാവസായിക സംരംഭകർക്കും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇനി ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പേരിൽ എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യമൊരുക്കുന്നുവെന്ന വ്യാപക വിമർശനം ഉയരാൻ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.